തൗഫീഖിനെ നമുക്കൊരു അതിനൊന്ന് വിശദീകരിക്കാൻ കഴിയില്ല. തൗഫീഖ് ഒരു മഹാന് വേണ്ടി കൂട്ടം കൂടുക എന്നത് തൗഫീഖ്. ഏറ്റവും പരാജയപ്പെട്ട ആളുകൾ ബഹുമാനപ്പെട്ട തൃപ്പഞ്ച് ഉസ്താദ് ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരിലേക്ക് മാർച്ച് നടത്തുമെന്ന് പറഞ്ഞവർ, അവര് ആകാശത്തിന്റെ ചുവട്ടിൽ ഈ ആഴ്ചയിൽ പരാജയപ്പെട്ടവരാണ്. അല്ലാഹു കാക്കട്ടെ. അന്നേ എന്റെ മനസ്സിൽ തോന്നിയിരുന്നു, പഠിച്ചവനെ അവർ പരാജയപ്പെട്ടവരാണല്ലോ, പരാജയം തന്നെയാണ്. അങ്ങനെ ആര് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആകാശത്തിന്റെ ചുവട്ടിൽ അവർ ഏറ്റവും പരാജയപ്പെട്ടവർ. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഉറക്കപ്പറ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു തആല അക്കൂട്ടത്തിൽ ആരെങ്കിലും നാവ് കൊണ്ട് അതിന്റെ കൂടെ കൂടിയ ആരെങ്കിലും ആ മുസ്ലിമീങ്ങളിൽ ഉണ്ടെങ്കിൽ അല്ലാഹു തആല അവർക്ക് മാപ്പ് കൊടുത്ത് രക്ഷപ്പെടുത്തട്ടെ. അത് വലിയ പരാജയമാണ്. മഹാന്മാരുടെ ഗുരുത്തക്കേട് മഹാന്മാർക്ക് പോലും പറ്റും. മഹാന്മാരുടെ ഗുരുത്തക്കേട് സാധാരണക്കാർക്ക് മാത്രമല്ല, മഹാന്മാർക്ക് പോലും പറ്റിപ്പോകും. ബഹുമാനപ്പെട്ട ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരല്പം ദൂരം യാത്ര ചെയ്യേണ്ട ഒരു ഘട്ടമുണ്ട്. ബനുൽ മുസ്തലിഖ് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്യുമ്പോൾ തന്റെ ഖിദ്മത്തിന് വേണ്ടി ഭാര്യമാരെ കൊണ്ടുപോയി നറുക്കിട്ട് കൊണ്ടുപോകും. നറുക്ക് വീണ പെണ്ണിനെ കൊണ്ടുപോകും. ഭാര്യമാർക്കിടയിൽ നീതി ചെയ്ത ഏറ്റവും വലിയ നീതിമാൻ പുണ്യ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്രാവശ്യം നറുക്ക് വീണത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. ആ മഹദി മുസ്തഫ നബിയോട് കൂടെ പോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബനുൽ മുസ്തലിഖ് യുദ്ധം കഴിഞ്ഞ് വന്നപ്പോൾ മുനാഫിഖീങ്ങൾക്ക് ചില പിടുത്തല്ലായ്മ ഉണ്ടായിട്ടുണ്ട്. ആ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ തന്നെ. കാരണം മുനാഫിഖീങ്ങൾ യുദ്ധത്തിന് വരുന്നത് അള്ളാന്റെ കൂലിക്കല്ല, ഗനീമത്ത് കിട്ടാൻ വേണ്ടി. കിട്ടിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിരീങ്ങൾക്ക് വീതിച്ചു കൊടുത്തു അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം. പിന്നെ ഉള്ള നുണ മുഴുവനും അവർ പറയാൻ തുടങ്ങി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാനം കെടുത്തുന്ന വാക്കുകൾ പറയാൻ തുടങ്ങി. അതിന് മുഴുവനും ഒരു തെമ്മാടിയായ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് എന്ന മുനാഫിഖിന്റെ തലവനാണ് നേതൃത്വം കൊടുത്തത്. പല വിഷമവും ഉണ്ടായി. അത്ഭുതകരമായ ഒരു സംഭവം ആ യാത്രക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. സന്ദർഭത്തിൽ ഞാൻ അത് സൂചിപ്പിക്കാം. ഒരിടത്ത് വിശ്രമിക്കാനിരുന്നപ്പോൾ ഒട്ടകങ്ങളെ മേയാൻ വിട്ടു. എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. വിശ്രമം കഴിഞ്ഞ് തിരിച്ച് യാത്ര ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ഓരോരുത്തരും അവരുടെ ഒട്ടകങ്ങളെ തെളിച്ചു കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തെ കാണാനില്ല. അതിനിടയിൽ ഒരു സംഭവം ഉണ്ടായി. ഹബ്ബത്തിൽ റീഹ്, കാറ്റടിച്ചു. മരുഭൂമിയിൽ മരുക്കാറ്റടിച്ചു. മരുഭൂമിയിൽ കാറ്റടിച്ചപ്പോൾ ഹബീബായ നബി പറഞ്ഞു, മുനാഫിഖീങ്ങളിൽപ്പെട്ട റിഫാ എന്നവൻ മദീനയിൽ ചത്തുപോയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് മുനാഫിഖീങ്ങൾക്ക് പിടിച്ചില്ല. കാരണം അവരുടെ ആളല്ലേ റിഫാ. ചത്തു എന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര മദീന എവിടെയോ ആണ്. യുദ്ധം കഴിഞ്ഞ് മനസ്സിലാവണില്ലേ പറഞ്ഞത്? മനസ്സിലാക്കണം, ചിന്തിക്കണം. യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരിക. യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴേ ആ യാത്രക്കിടയിൽ ഈ സംഭവം ഉണ്ടായത്. കാറ്റടിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മദീനയിൽ റിഫാ ചത്തുപോയിരിക്കുന്നു എന്ന്. അപ്പോൾ മുനാഫിഖീങ്ങൾക്ക് അതിൽ പ്രശ്നവും വിഷമവുമായി തോന്നി. പലരും പെറുപെറുക്കാൻ തുടങ്ങി. മദീനയിൽ ആര് മരിച്ചു? ഈ മനുഷ്യൻ എങ്ങനെ അറിയും? സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എന്തുണ്ടായി? ഹബീബാൻ ചിലർ പെറുപെറുക്കാൻ തുടങ്ങി. മുനാഫിഖീങ്ങൾ നബി അത്ര കാര്യമാക്കിയില്ല. പോവാ കൊമു എണീകി എന്ന് എല്ലാവരും എണീറ്റു. അവരവരുടെ ഒട്ടകങ്ങളെ പോയി യാത്രാ വാഹനങ്ങളെ കൊണ്ടുവന്നു. പിന്നെ നോക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ ഒട്ടകത്തെ കാണാനില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പറഞ്ഞു, അയിനനാഖതി, എന്റെ ഒട്ടകം എവിടെ? എന്റെ ഒട്ടകം എവിടെ? എന്റെ ഒട്ടകത്തെ തെളിച്ചു കൊണ്ടുവരോ, ഒട്ടകം എവിടെ? ഇത് മുനാഫിഖീങ്ങൾ മുതലെടുത്തു. അവർ പറഞ്ഞു, യഖൂലു മാ തരിഫഅതു ബിൽ മദീന വലാ യദ്രി അയിന നാഖതു. വലിയൊരാളന്നെ, സ്വന്തം ഒട്ടകം എവിടെയാന്ന് പോലും അറിയില്ല. എന്നിട്ട് ആ മദീനയിലെ മരിച്ച ആളെ വർത്താനം പറയുന്നു. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൊണ്ട് ഒരുങ്ങിയിരുന്നു. എന്നിട്ട് സഹാബികളോട് പറഞ്ഞു, നേരെ പോയിക്കോ,
ഇങ്ങനെ നിൽക്കും. അവിടെ ഒരു മരമുണ്ട്. تعلق زمامها بأصل الشجرة قال رسول الله ناقتي قد تعلق زمامها بأصل الشجرة. നേരെ പോയിക്കോളൂ. അവിടെ ഒരു മരമുണ്ട്. എന്റെ ഒട്ടകം മേഞ്ഞു പോയി ഒരു മരത്തിന്റെ ചുവട്ടിലെത്തിയപ്പോൾ എന്റെ ഒട്ടകത്തിന്റെ കടിഞ്ഞാൽ ഒരു മരത്തിന്റെ പേരിൽ കുടുങ്ങിയിട്ട് അത് രക്ഷപ്പെടാൻ കഴിയാതെ അവിടെ അങ്ങനെ തുള്ളിക്കളിച്ച് നിൽക്കാം. പോയിക്കോളൂ. ആളുകളോട് സുബ്ഹാനല്ലാഹ്. അവിടെ ചെന്നപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകം, അവിടുത്തെ ഒട്ടകത്തിന്റെ കടിഞ്ഞാൽ തഅല്ലഖ സിമാമുഹാ ബിഅസ്രി ശജറ. അതിൽ മുനാഫിഖീങ്ങൾ എളിഭരായി. പിന്നെ യാത്ര തുടങ്ങി. പിന്നൊരിക്കൽ അതേ യാത്രയിൽ തന്നെ എന്തുണ്ടായി? പിന്നൊരു ഉണ്ടായ രണ്ടാമത്തെ സംഭവമാണിത്. ഒരു വെളുപ്പിന് വെളിക്കിറങ്ങിപ്പോയതാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. കുറച്ച് ദൂരേക്ക് പോയി, വെളിക്കിറങ്ങി കുറച്ച് ദൂരേക്ക് പോയി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ഞാൻ തിരിച്ചു വരുമ്പോഴാണ് തന്റെ മാല നഷ്ടപ്പെട്ടു പോയ കാര്യം ആലോചിച്ചത്. ബഹുമാതിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അതിനുവേണ്ടി തെരച്ചിൽ തുടർന്നു. അതിനിടയിൽ എന്ത് ചെയ്തു? ഒട്ടകക്കട്ടിലിൽ ആയിഷ ബീവി ഉണ്ടെന്ന് വിചാരിച്ച് റളിയല്ലാഹു അൻഹ അവരെന്ത് ചെയ്തു? ഒട്ടകക്കട്ടിൽ ഒട്ടക പുറത്തേക്ക് എടുത്തു വെക്കുകയും ചെയ്തു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കാനത്ത് നഹീഫൽ ബദനി, ശരീരം വളരെ മെലിഞ്ഞ സ്ത്രീ. അവരുണ്ടായാലും ഉണ്ടായില്ലെങ്കിലും ആർക്കും അറിയൂല. അത്രയും തടി മെലിഞ്ഞ സ്ത്രീയായിരുന്നു അന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അവരതിന്റെ ഉള്ളിൽ ഒട്ടകക്കട്ടിലിന്റെ ഉള്ളിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ച് ഒട്ടകക്കട്ടിൽ ഒട്ടകപ്പുറത്തെടുത്ത് വെച്ച് പിന്നെ ഒരു യാത്ര തുടർന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മടങ്ങി വന്നപ്പോൾ എല്ലാ സംഘവും പോയിട്ടുണ്ട്. പിന്നെ അവിടെ ഇരുന്നു. ബാക്കിൽ ഒരാൾ വരും, അയാളെയും കാത്തിരുന്നു. ആരെങ്കിലും വരും, ഒരു പരിഹാരം ഉണ്ടാവും. അപ്പോഴാണ് സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു വന്നത്. അപ്പോഴത്തിന് തളർന്നു ഉറങ്ങിപ്പോയിട്ടുണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഞാൻ ഇത് വെറുതെ പറയുകയല്ല. മഹാന്മാരെ നേർക്ക് അവരെ പള്ളി എന്തിനായി? നിനക്കെന്താ? അവരെ പള്ളി അടച്ചിട്ട് തുറന്നിട്ട് നിനക്കെന്താ? അള്ളാഹു എനിക്ക് തന്ന ഒറ്റ തൗഫീഖ്, ഞാൻ ആ പള്ളിയെ പറ്റി ഖൈറല്ലാതെ പറഞ്ഞിട്ടില്ല. പല ആളുകളും പലതും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു കാര്യം നമുക്കറിയാം, നമുക്കൊന്നും അറിയില്ല എന്നറിയാം. അതൊരു അറിവാണല്ലോ. അള്ളാഹു തആല അറിവ് നമുക്ക് നിലനിർത്തി തരട്ടെ. നമുക്ക് അറിയൂല എന്നറിയാം. അത് നമുക്ക് നമുക്കറിയൂലല്ലോ. നമ്മൾ എന്തിനാ ഇടപെടുന്നു പ്രശ്നം? അതുകൊണ്ടൊക്കെ ആയിരിക്കും നിങ്ങളെ മുന്നിൽ ഈ ഇരിക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായതെന്ന് തോന്നിപ്പോവുക. ഞാൻ പല കാര്യത്തിലും എനിക്ക് പങ്കെടുക്കാൻ കഴിയില്ല. കാരണം വളരെ ദൂരമൊക്കെ ആയിരിക്കും ചില കാര്യത്തിൽ. ഇതിനൊക്കെ വല്ലാത്തൊരു ഭാഗ്യം കിട്ടി. ഈ ഇരിക്കുന്ന ചെറുപ്പക്കാരൻ എന്നെ ഉസ്താദ് വഫാത്തായ ഉടനെ വിളിച്ചു. ഞാൻ ഏകദേശം കോട്ടയത്തിൻ്റെ എറണാകുളത്തിൻ്റെ ഇടയിലാണ്. പിറ്റേന്ന് രാവിലെ എനിക്ക് ഇടുക്കി ജില്ലയിലും എറണാകുളം ജില്ലയിലൊക്കെ ക്ലാസ്സുകളാണ്. അത് ഏകദേശം രാത്രി 1:30 മണിയായി. പിറ്റേ നേരം ആ ഏരിയ മൊത്തം ക്ലാസ്സാണ്. തയ്യാറെടുത്ത് പത്രത്തിൽ വന്നു. എല്ലാം കഴിഞ്ഞ നേരം അപ്പോൾ വിവരം കിട്ടി ഉസ്താദ് മരിച്ചു. പിന്നെ വേഗം പുറപ്പെട്ടു. അത് അള്ളാന്റെ തൗഫീഖാണ്. വിളിച്ച് ഉസ്താദ് മരിച്ചിട്ടുണ്ട്, നാളെ ക്ലാസ്സില്ലാന്ന് പറഞ്ഞോട്ട് ഒരാൾ പോലും എതിര് പറഞ്ഞതുമില്ല. അത് അള്ളാന്റെ ഒരു മറ്റൊരാൾ. അള്ളാഹു തആല നമുക്ക് ഈ മഹാന്മാരോട് കൂടെയുള്ള നിൽപ്പ് അള്ളാഹു നിലനിർത്തി തരട്ടെ. അത് ഇതൊക്കെ കൊണ്ടാകുമെന്ന് തോന്നുന്നു. വേറെയും ചില അനുഭവങ്ങളുണ്ട്, ഞാൻ പിന്നെ പറയാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അടുത്തേക്ക് വന്നു. യാത്ര ചെയ്ത് വരികയാണ്. സഫ്വാൻ റളിയല്ലാഹു അൻഹു എന്തെങ്കിലും ആരും വീണിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ യാത്രാ സംഘത്തിന്റെ ബാക്കിൽ വരുന്ന ആളാണ് ഒരാളുണ്ടാവും. അത് അപ്രാവശ്യം സഫ്വാനാണ് റളിയല്ലാഹു അൻഹു. ചെറുപ്പത്തിൽ ആയിഷ ബീവിയെ കണ്ടിട്ടുണ്ട്. ആയിഷ ബീവി അവിടെ തളർന്നു കിടന്നിട്ട് കാറ്റടിച്ചിട്ട് മുഖപ്പടം ഉയർന്നിട്ടുണ്ട്. അല്ലാഹ് സൗജത്തു റസൂലില്ലാഹി ഫി ത്വരീഖ്, അള്ളാന്റെ ഹബീബിന്റെ ഭാര്യ, ഹബീബായ നബിയുടെ ഭാര്യ വഴിയിൽ പെട്ടുപോയോ. സുബ്ഹാനല്ലാഹ്. പിന്നെ ഒട്ടകത്തിന് മുട്ട് കുത്തിച്ചു കൊടുത്തു. ഒട്ടകപ്പുറത്ത് കയറാൻ സൗകര്യപ്പെടുത്തി കൊടുത്തു. ഒന്നും മിണ്ടിയില്ല. കയറ്റത്തിന്റെ ഇടയിൽ ആയിഷ ബീവി പറയുകയും ചെയ്തു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. എന്റെ കൂടെ ഒറ്റക്ക് യാത്ര ചെയ്യാം, ഒറ്റ വാക്ക് പറഞ്ഞു. പിന്നെ അത് ഒരു വിട്ട് ഒട്ടകപ്പുറത്തേറി. പിന്നെ
കുറെ നേരം കഴിഞ്ഞ് അവർ സംഘത്തോട് ചേരുകയും ചെയ്തു. അപ്പോഴത്തേന് മറ്റൊരു പ്രശ്നം ഉണ്ടാക്കി. എന്തേ? പിന്നെ അവർ ആയിഷ ബീവി റളിയല്ലാഹുവിനെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു. അന്യ ഒരു ആണിന്റെ കൂടെ യാത്ര ചെയ്തതിനെ കുറിച്ച് ഇല്ലാത്ത നുണ പറഞ്ഞുണ്ടാക്കി പലരും. ഞാനത് വിശദീകരിക്കണില്ല. അതൊന്നും ഹിക്കായത്തൻ പോലും പറയുന്നതിൽ ഖൈറില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പക്ഷേ ഇതിൽ സംഭവം ഉണ്ടായി. എന്താ സംഭവം? അത് പറയാൻ ഞാൻ പറഞ്ഞത്. ഇത് അങ്ങനെ ഉണ്ടല്ലോ, അങ്ങാടിയിൽ പലതും പറയുമ്പോൾ നല്ലൊരു അതിൽ കൂടി പറഞ്ഞു. ഒരു പ്രഗത്ഭനായ സ്വഹാബി അതിൽ കൂട്ടി പറഞ്ഞു. ആളെ പേര് ഞാൻ പറയുന്നില്ല. ഒരു പ്രഗത്ഭനായ സ്വഹാബി. പ്രഗത്ഭൻ. എന്താ ഞാൻ പറഞ്ഞ ഹെഡിങ്? എന്താ എന്റെ വാദം? എന്താണ് ഞാൻ ആദ്യം പറഞ്ഞത്? മഹാന്മാരുടെ കുരുത്തക്കെട് മഹാന്മാർക്കും പറ്റും. അല്ലാഹു കാക്കട്ടെ. പിന്നെന്തോ ഈ ഒന്നുമല്ലാത്ത നമ്മൾ. പിന്നെ വഹാബിക്ക് എന്താ ഗുരുത്തക്കേട് പറ്റും? ഗുരുത്തുള്ളോ നല്ലടോ, ഗുരുത്തത്തിന് കേടുണ്ടാവും. ഗുരുത്തൻ തന്നെയല്ലാത്ത വഹാബിക്ക് എന്താ കേടുണ്ടാവാൻ? വഹാബിക്ക് ഒന്നും പറ്റാനില്ല. വഹാബിയുടെ കാര്യം പോക്കാണ്. അല്ലാഹു കാക്കട്ടെ. അത് ഗുരുത്തം എന്ന സംഗതി എടുത്തു കളഞ്ഞ ടീമാണ്. അല്ലാഹു കാക്കട്ടെ. മറ്റുള്ളവർക്ക് ഗുരുത്തുണ്ട്, അതുകൊണ്ട് ഗുരുത്തത്തിന് കുറച്ച് കേടുണ്ടാവും. അതാണ് ഗുരുത്തക്കേട് എന്ന് പറഞ്ഞാൽ. മറ്റേ ഗുരുത്തം തന്നെ. അല്ലാഹു കാക്കട്ടെ. വഹാബിന്റെ കാര്യം പോക്കാണ്. വഹാബിയെ പറയുന്ന കാര്യമില്ല. വഹാബിയുടെ കാര്യം പോക്കാണ്. അല്ലാഹു കാക്കട്ടെ. അല്ലാഹു അവരൊക്കെ നന്നാക്കി കൊടുക്കട്ടെ. അതും വേണം ദുആ ചെയ്യാൻ. പഠിച്ചവൻ അല്ലാഹു നല്ല ബോധം കൊടുക്കട്ടെ. അല്ലാഹു നല്ല ബോധം കൊടുക്കട്ടെ. പല വഹാബികളും നന്നായിട്ടുണ്ട്. പല വഹാബികളും നന്നായി മരിച്ച വഹാബികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു വഹാബിയാണ് CN അഹമ്മദ് മൗലവി. ഞാൻ അയാളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ റിപ്പോർട്ടുകളാണ് കിട്ടുന്നത്. CN അഹമ്മദ് മൗലവി അവസാനം മൗലിദ് ഓതണം എന്ന് പറയുകയും മൗലിദിന്റെ പേരിൽ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിട്ടാണ് മരിച്ചത്. ആ റിപ്പോർട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം അജ്മീറിലേക്ക് സിയാറത്തിന് പോയി. അജ്മീർ സിയാറത്ത് ചെയ്ത് വന്നിട്ടാണ് മരിച്ചത്. CN അഹമ്മദ് മൗലവി. സനദ് മുത്തസില, സനദ് അന്വേഷിക്കുന്ന കാലാണ്. റഹ്മത്തുള്ള വെറുതെ പറയല്ല ഉസ്താദുമാര്. എന്റെ രോമം ധരിച്ചു. സ്വാലിഹായ അസ്ലഹുന്നാസായ ഒരു മനുഷ്യൻ, ആ മനുഷ്യനോട് ഞാൻ അജ്മീറിൽ പോവുകയാണ്, ഈ വിഷയത്തിൽ എനിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയി. തിരിച്ചു വന്നിട്ട് ഞാൻ അജ്മീറിൽ പോയി സിയാറത്ത് ചെയ്തു വന്നു എന്ന് വന്ന് പറയുകയും ചെയ്യും. സനദ് കൃത്യം. അതൊക്കെ പറയേണ്ടടുത്ത് ഞാൻ പൊട്ടിക്കും. ഇപ്പോൾ പറയുന്നില്ല. അതൊക്കെ എന്തോ തൗഫീഖ്, എന്തോ അള്ളാഹു. അത് പിന്നെ അതല്ലാത്തൊരു കാര്യമൊക്കെ പോക്ക് അള്ളാഹു കാക്കട്ടെ. ഇതിലേക്ക് മടങ്ങി വന്ന ഒരു അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ. ഇപ്പൊ നോക്കൂ നിങ്ങൾ, വലിയ ആളായിരുന്ന ഒരു സ്വാമി, വലിയ ആള് പറഞ്ഞാൽ വലിയ ആളാ. പക്ഷേ സുബ്ഹാനല്ലാഹ് അവരുടെ കണ്ണ് പോയേ, കാഴ്ച പോയേ. ഒരു സ്വഹാബി, ചില സ്വഹാബികൾ ആ കൂട്ടത്തിൽ അറിയാതെ കൂടിപ്പോയേ. പ്രധാനമായി ഒരു സ്വഹാബി അറിയാതെ ചില വാക്ക് പറഞ്ഞു പോയേ. കൂട്ടത്തിലുണ്ടല്ലോ ഒരു വർത്താനം കൂടിയപ്പോൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വിഷമം ഉണ്ടാക്കിയ സമയമാണത്. മദീനയിലെ മിമ്പറിൽ കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിനോട് സൂറത്തുൻ നൂറിന്റെ ആദ്യ ഭാഗം ഇറങ്ങിയപ്പോൾ പറഞ്ഞതെന്താ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ശ്രദ്ധിക്കാതിരുന്നത്? ആരെ പറ്റിയാണ് പറഞ്ഞത് എന്ന് നിങ്ങൾ എന്തേ ആലോചിച്ചില്ല? നിങ്ങൾ പറഞ്ഞത് ഒരു പെണ്ണിനെ പറ്റിയാണ്. ആ പെണ്ണ് എന്റെ അല്ലാഹുവിന്റെ റസൂലിന്റെ കീഴിലുള്ള പെണ്ണാണല്ലോ. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷയെ പറ്റി പറഞ്ഞാൽ ഗുരുത്തക്കേട് പറ്റും എന്തേ നിങ്ങൾ ആലോചിക്കാഞ്ഞു എന്ന് ഹബീബായ നബി പറഞ്ഞു. ഹബീബായ നബി പറഞ്ഞു, എന്താ നിങ്ങളത് ശ്രദ്ധിക്കാതിരുന്നത്, എന്താ നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നത് എന്ന് പറഞ്ഞു പുണ്യ റസൂൽ. പിന്നെ നിങ്ങൾ പറഞ്ഞ ആണോ ചില്ലറക്കാരനാണോ? മിൻ അഹ്ലി മിന സ്വഹാബിൽ ബദ്രിയീൻ. ആരും എന്നെ സഹായിക്കാനില്ലാത്ത കാലത്ത് എന്റെ പിന്നാലെ വന്ന് എന്നെ സഹായിച്ച ബദരീങ്ങളിൽപ്പെട്ട ആളാണ് സഫ്വാൻ ഇബ്നു മുഅത്തൽ. സഫ്വാൻ ഇബ്നു മുഅത്തൽ. ബദരീങ്ങൾ ചില്ലറക്കാരാണോ? ബദരീങ്ങൾ ചില്ലറക്കാരാണോ? ബദരീങ്ങളിൽപ്പെട്ട ഒരാളെ പറ്റി പറഞ്ഞപ്പോൾ എന്തേ നിങ്ങൾ ആലോചിച്ചില്ല? ഖാല റസൂലുള്ളാഹി. വിഷയമൊക്കെ പരിഹരിച്ചു. പക്ഷേ ഒരാളുടെ കാഴ്ച പോയി, ഒരു പ്രഗൽഭ സഹാബിയുടെ കാഴ്ച പോയി. ആയിഷ ബീവി സൗകര്യം കിട്ടിയാൽ പറയുകയും ചെയ്യും. പറ്റിയില്ലേ ഗുരുത്തക്കേട്? ആര് പറയും?
അയ്യു അദാബിൻ അശദ്ദു മിനൽ അമാ, അയ്യു അദാബിൻ അശദ്ദു മിനൽ അമാ, അയ്യു അദാബിൻ അശദ്ദു മിനൽ അമാ. ഇതാരുടെ വാക്കാ? ആയിഷയുടെ വാക്കാ. പറ്റിയില്ലേ കുരുത്തക്കേട്? എന്നെ പറ്റി പറഞ്ഞിട്ട് കുരുടിനേക്കാൾ വലിയ ദുനിയാവിലെ ശിക്ഷ ഏതാ? അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. പടച്ചോനെ, ഒരു പ്രഗൽഭനായ സ്വഹാബിക്ക് കാഴ്ച നഷ്ടപ്പെട്ടു. അല്ലാഹു കാക്കട്ടെ, അവർക്ക് പറ അല്ലാഹു കാക്കട്ടെ. മഹാന്മാരെ ഗുരുത്തക്കേട് മഹാന്മാർക്കും സംഭവിക്കും. പിന്നെ അവർ വിചാരിച്ചാൽ പോലും അത് ചിലപ്പോൾ തിരിച്ചു കിട്ടിക്കൊള്ളുന്നില്ല. കാരണം അവരുടെ കാര്യത്തിൽ പിന്നെ ആ വിഷയത്തിൽ അല്ലാഹു സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും. മഹാന്മാരുടെ കാരണം ഒരു മഹാൻ ഒരാൾ കുറ്റം പറഞ്ഞാൽ പിന്നെ അയാളുടെ പ്രശ്നം ഏറ്റെടുക്കുന്നതായ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ മഹാൻ തന്നെ വിചാരിച്ചിട്ട് ചിലപ്പോൾ കാര്യം ഉണ്ടാവില്ല. മനസ്സിലായില്ല? ഒരു മഹാന്റെ ഗുരുത്തക്കേട് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മഹാൻ വിചാരിച്ചത് കാര്യമല്ല. കാരണം അത് കേന്ദ്ര ഓഫീസിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ ഒരു നിർവാഹം ഉണ്ടാവില്ല. കഴിഞ്ഞു. അല്ലാഹു തആല കാക്കട്ടെ. തൃപ്പഞ്ചസ്ഥാനത്തിന് ചില ആളുകൾ മാർച്ച് നടത്തുമെന്ന് പറഞ്ഞപ്പോൾ ഈ തൃപ്പഞ്ചങ്ങാടിയിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. 1/2 മണിക്കൂറേ പ്രസംഗിച്ചുള്ളൂ. ആ ഒരു പ്രസംഗത്തിന്റെ പേരിൽ എനിക്ക് കിട്ടിയ സഹായത്തിന് കൈമുടക്കില്ല. ഭയങ്കര സഹായം കിട്ടിയിട്ടുണ്ട്. എത്രയോ ഓരോ രംഗത്തും അള്ളാഹ് എന്നെ ഓർമ്മപ്പെടുത്തും. അന്ന് ഈ ഉച്ചക്ക് അവിടെ പോയി പ്രസംഗിച്ചുകൊണ്ടാണത്. എത്രയോ രംഗമുണ്ടായിട്ടുണ്ട്. അത് ഭയങ്കര ഒരു തൗഫീഖായി എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ബന്ധം അല്ലാഹു നിലനിർത്തട്ടെ. നടക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ ചിന്തിക്കണം. മഹാന്മാർ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നവരല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ നടപ്പിലാക്കാൻ വേണ്ടി മനുഷ്യരെ പറഞ്ഞേക്കും. ഖുർആൻ അല്ലാഹു മനുഷ്യനെ ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ട കിതാബാണ്. ഖുർആൻ ഒറ്റക്കൊന്നും ചെയ്യുന്ന കിതാബ് അല്ല. മനുഷ്യനെ ഏറ്റെടുത്ത് പണിയെടുക്കും. മനുഷ്യനെ ഏറ്റെടുത്ത് പണിയെടുത്താൽ ഖുർആനിന്റെ ആൾ രൂപമായി മാറിയാൽ അപ്പോൾ മനുഷ്യന്റെ മാറ്റങ്ങൾ ഉണ്ടാകും. ലോകത്തിന് നേട്ടങ്ങളും മാറ്റങ്ങളും ഉണ്ടാകും. അതല്ലേ ആയിഷ ബീവിയോട് ചോദിച്ചപ്പെട്ടപ്പോൾ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ പറ്റി പറഞ്ഞത് കാന ഖുലുഖുൽ ഖുർആൻ. ഖുർആനിന്റെ ആൾ രൂപമാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആളുകൾ പിന്നെയും വരും. ദീൻ ഇവിടെ നിലനിൽക്കും. ദീനല്ലാതെ ഒന്നുകൊണ്ട് നിലനിൽക്കില്ല. ദീന് കേവലമുള്ള പ്രഭാഷണം കൊണ്ട് നിലനിൽക്കുകയില്ല. ദീൻ ഒരിക്കലും പ്രഭാഷണം കൊണ്ട് നിലനിൽക്കുകയില്ല. കേവലമുള്ള പ്രഭാഷണം കൊണ്ട് നിലനിൽക്കുകയില്ല. ഇന്ന് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ഞാനും ബാബാട് കുഞ്ഞിക്കോയ മുസ്ലിയാരും ഒരു വണ്ടിയിൽ ഒരു അല്പനേരം ഞങ്ങൾ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് യാത്ര ചെയ്തു. ഉസ്താദ് മുന്നിലെ സീറ്റ്, ഞാൻ ബാക്കിൽ. അപ്പൊ ഞാൻ ഉസ്താദിന്റെ ഇങ്ങനെ തോളലിൽ ഇങ്ങനെ പിടിച്ചു പറഞ്ഞു, ഉസ്താദേ, നമുക്ക് ഓരോ കാലത്ത് ഒരാളുണ്ടായിരുന്നല്ലോ, അപ്പൊ അവസാനത്തെ ആളും പോയല്ലോ, ഇനി നമുക്ക് അടുത്ത ആളാരാവും എന്ന് ഞാൻ ചോദിച്ചു. എനിക്ക് കാരണമുണ്ട്. നമുക്ക് CM ഉണ്ടായിരുന്നു, ശംസുൽ ഉലമ CM. ആ സമാനിലെ അവസാനത്തെ കണ്ണിയാണ് ആര്? തൃപ്പഞ്ച് ഉസ്താദ്. ശംസുൽ CM പോയി, പിന്നെ ശംസുൽ പോയി, പിന്നെ നമുക്ക് രണ്ടാമയുണ്ടായി. كان لنا أبو حسن علي أبا برا ونحن له بنين. നമുക്കൊരു ബാപ്പ ഉണ്ടാവും. ഒരു ബാപ്പ നല്ല മനുഷ്യന്മാരൊക്കെ ഒരു ഉമ്മത്തിന്റെ ബാപ്പയാവും. കാരണം എല്ലാവർക്കും ബാപ്പയായ ആളാണ് അവർ. ആരാണ് എല്ലാവർക്കും ബാപ്പ? മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊരാളുണ്ടായിരുന്നല്ലോ. നമുക്കിവിടെ CM ഉണ്ടായിരുന്നു. എന്ത് വായ കൊണ്ട് പറഞ്ഞാലും നടപ്പിലാക്കിയ ആളായിരുന്നു. CMന്റെ കറാമത്ത് എണ്ണി തീർക്കാൻ കഴിയില്ലല്ലോ. ഇത് നിഷേധിക്കാൻ സാധ്യമല്ലല്ലോ. എത്ര വഹാബിയാണ് ഇത് കണ്ട് നന്നായിട്ടുള്ളത്. എത്ര വഹാബിയാണ് ഇതിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ളത്. ഉദാഹരണം പറഞ്ഞതാ, നിങ്ങൾ ചിന്തിക്കണം. അതേ സമാനിൽ മറ്റൊരു ലോകം കണ്ട മഹാനുണ്ടായിരുന്നു. ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ രാജകിളിയായ ഒരു മനുഷ്യനെ കേരളത്തിന് അള്ളാഹു നൽകിയിരുന്നു. ആ മനുഷ്യന്റെ വിജ്ഞാനത്തിന്റെ ബഹറിന്റെ അറ്റം കാണാൻ കേരളത്തിൽ ഒരു മനുഷ്യന് കഴിഞ്ഞിട്ടില്ല. അത് മറ്റാരുമല്ല, ശംസുൽ ഉലമ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കൂടെ നമ്മളെ ആക്കി തരട്ടെ. യൗമ യുദ്റബു സ്റാത്തു അലാ ജഹന്നം.
ജഹന്നത്തിന്റെ മുകളിൽ, നരകത്തിന് മുകളിൽ സിറാത്ത് സ്ഥാപിക്കപ്പെടുന്ന ദിവസം അള്ളാഹു ഈ മഹാന്മാരോടുകൂടെ നമ്മെ ആക്കി തരട്ടെ. അള്ളാഹു ആക്കി തരട്ടെ. അത് വലിയ ആളെ. അത് കഴിഞ്ഞപ്പോൾ അടുത്ത അവരാ അടുത്തൊരു തുടർച്ചക്കാരൻ വന്നിരുന്നു. പിന്നെ ഇടക്കിടക്ക് ഇവിടെ ആളുകൾ വന്നു. ഭയങ്കര ആളുണ്ടായിരുന്നു കേരളത്തിൽ. വേങ്ങരയിൽ പടക്കിടക്കുന്ന കോയപ്പാപ്പ, അതിലേക്ക് ചേർക്ക ഭയങ്കര ആളാണ്. ഭയങ്കരം. നാവ് കൊണ്ട് എതിര് പറയണ്ടട്ടാ, എതിര് പറയണ്ട. ഭയങ്കര ആളാണ്. വേങ്ങരയിൽ കിടക്കുന്ന മനുഷ്യൻ കോയപ്പാപ്പ വളരെ മഹാനായ മനുഷ്യനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദറജ അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. അല്ലാഹു ഏറ്റി. വലിയ ആളാണ്, വലിയ ആളാണ്. ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. അതിന് തൊട്ടടുത്ത മുമ്പുള്ള സമാനി, തൊട്ടടുത്ത് ഇവനോട് തുടർച്ചയായി തൊട്ട് മുമ്പ് ചാപ്പനങ്ങാടി ബാബു മുസ്ലിയാർ, അവരുടെയും ശൈഖായ ബഹുമാനപ്പെട്ട ആലുവായ അബൂബക്കർ മുസ്ലിയാർ. ഇങ്ങനെ ഒരു വലിയ കണ്ണി ഉണ്ടായിരുന്നല്ലോ ഉസ്താദെ. ഞാനിങ്ങനെ ഉസ്താദിനെ ഇങ്ങനെ സീറ്റ് കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇശാന്റെ മുമ്പ് ഇങ്ങനെ കൂട്ടിപ്പിടിച്ചാണ്ട് വേദനയോട് ചോദിച്ചു, ഉണ്ടായില്ലല്ലോ, ആള് പോയല്ലോ, പുതിയൊരാളെ കാണാനില്ലല്ലോ പഠിച്ചാനെ, ഇനിയിപ്പോ നിങ്ങളൊക്കെ തന്നെ ഞങ്ങൾക്കുള്ളൂ, ഒരാളെ എവിടെ കാണാനെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, അങ്ങനെ പറയണ്ട, അവരവിടെ കിടന്നാൽ തന്നെ നമുക്ക് ആളാണ് എന്ന് പറഞ്ഞു. ഇന്ന് മകൻ മനസ്സിലായില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ആള് പോയി എന്ന് പറയണ്ട, ഔലിയാക്കൾ പോകുന്ന പ്രശ്നമില്ല, അവരവിടെ കിടന്നാലും നമുക്ക് ആളാണ്. മനസ്സിലായി പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇന്ന് മഗ്‌രിബിന് ശേഷം വാവാട് കുഞ്ഞിക്കോയ മുസ്ലിയാർ എന്ന സൂഫി വര്യൻ ഇന്ന് മഗ്‌രിബിന് ശേഷം വേദനയോടെ അവരെ തോളിൽ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് ആളുകൾ ഉണ്ടായിരുന്നല്ലോ, ആളിങ്ങനെ തീർന്നു പോയല്ലോ, ഖുബ്റുള്ള ആളുകൾ ഉണ്ടായിരുന്നുവല്ലോ. ഖുബ്ർ എന്ന സംഗതി വലിയതാ. കൈഫം തസ്ബിറു മാലം തുഹിതു ബിഹി ഖുബ്റാ. ജ്ഞാനം കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽബകമെന്നോവ. അന്തരജ്ഞാനം, അതാണ് യഥാർത്ഥത്തിൽ വിജ്ഞാനം. കാരണം അവരുടെ ലക്ഷ്യം അല്ലാഹുവാ. അവർക്ക് സ്വർഗം പോലും ലക്ഷ്യമല്ല, നരകത്തുനിന്ന് രക്ഷപ്പെടലും അവർക്ക് ലക്ഷ്യമാവില്ല. അവരുടെ ലക്ഷ്യം അല്ലാഹു അല്ലാത്തൊരു ലക്ഷ്യവും അവർക്കില്ല. അവരുടെ ലക്ഷ്യം അവർ നിസ്സാരപ്പെട്ട കാര്യങ്ങൾ. മനോഹരമായ സ്വർഗലോകം പോലും അവർക്ക് ലക്ഷ്യമല്ല. അവരുടെ ലക്ഷ്യം അല്ലാഹുവാണ്. അവർക്കൊന്നും ലക്ഷ്യമില്ല, ലക്ഷ്യം അല്ലാഹുവാണ്. അവരാണ് സത്യത്തിൽ അല്ലാഹുവിന്റെ ആളുകൾ. അവിടെ ഇവിടെ യഥാർത്ഥ തൗഹീദ് നടപ്പിലാക്കും. അവർ അല്ലാഹു അല്ലാതെ ഒരാളെയും ഭയപ്പെടുകയില്ല. അല്ലാഹു അല്ലാതെ ഒരാളെയും ഭയപ്പെടുകയില്ല. എന്റെ അബ്ദ് ഞാനല്ലാതെ ഒരാളെ ഭയപ്പെടുകയില്ല. ലം യഖഫ് അബ്ദി ഗൈരി മാ അഖഫ്തുഹു മിൻ ഗൈരി. എന്നെ അല്ലാതെ ഒരാളെയും എന്റെ അബ്ദ് ഭയപ്പെട്ടിട്ടില്ല എങ്കിൽ ഞാനല്ലാത്ത ഒരാളിൽ നിന്നും ഞാൻ അയാൾക്ക് ഭയം നൽകുകയില്ലെന്ന് അല്ലാഹു പറയുന്നതായി ഖാല റസൂലുള്ളാഹി. ഞാനല്ലാത്ത ഒരാളെയും എന്റെ അബ്ദ് ഭയപ്പെട്ടില്ല. എന്റെ അബ്ദ് ഗൈരി ലം യഖഫ് ഗൈരി ലം യഖഫ് അബ്ദി ഗൈരി. ഞാനല്ലാത്ത ഗൈറിനെ എന്റെ അബ്ദ് ഭയപ്പെട്ടിട്ടില്ലെങ്കിൽ യഖൂലുല്ലാഹ്, എന്റെ അബ്ദിന് ഞാൻ മാത്രമാണ് പേടി. ഞാനല്ലാത്ത ഒരാളെയും എന്റെ അബ്ദ് ഭയപ്പെട്ടിട്ടില്ലെങ്കിൽ മാ ഖഫ്തുഹു മിൻ ഗൈരി യഖൂലുല്ലാഹ് എന്ന് ഖാല റസൂലുള്ളാഹി. അല്ലാഹു അല്ലാത്ത ഒരാളെയും അവർ ഭയപ്പെടില്ല. അതാണ് അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഒരു പേടിയുമില്ല, ഒന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ, അവരുടെ കൂടെ നിൽക്കാൻ തൗഫീഖ് നൽകട്ടെ. നോക്കൂ,
മറ്റുള്ളവർ മരിക്കുമ്പോഴാണ് ലാ ഖൗഫ് എന്ന് പറയുന്നത്, ഇവർ ജീവിക്കുമ്പോഴാണ് ലാ ഖൗഫ് എന്ന് പറയുന്നത്.